ഇന്ന് ഉണ്ടാക്കുന്നത് കത്തിരിക്ക ചുട്ട ചമ്മന്തിയാണ്. അതിനാവശ്യമായ 2 കത്തിരിക്ക, 2 സവാള, 9 വറ്റൽമുളക് ഇതെല്ലാം ചുട്ടെടുക്കണം. കത്തിരിക്ക ചുട്ടെടുക്കാം. അതിന് ആദ്യം സ്റ്റൗ കത്തിച്ച് ഞാൻ ഉപയോഗിക്കുന്നത് പപ്പടം കുത്തി കൊണ്ടാണ്. കത്തിരിക്കയുടെ എല്ലാ സൈഡും ഇതുപോലെ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. അടുപ്പുള്ളവർ തീക്കനലിട്ട് ചുട്ടെടുക്കുന്നതാണ് നല്ലത്. കത്തിരിക്ക ചുട്ടു വന്നിട്ടുണ്ട്. സവാളയും അതുപോലെ കമ്പിയിൽ കുത്തി ചുട്ടെടുക്കണം. സവാളയുടെ തോട് കരിഞ്ഞ് സ്റ്റൗവിൽ വീഴും, അത് കുഴപ്പമില്ല. അവസാനം നമുക്ക് സ്റ്റൗ ക്ലീൻ ചെയ്താൽ മതി. 9 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അതും ഇതുപോലെ ചുട്ടെടുക്കണം. ചുട്ടെടുത്ത സവാള ക്ലീൻ ചെയ്ത് 4-5 പീസായി അരിഞ്ഞ് മിക്സിയിലിട്ട് ഒരുപാട് അരഞ്ഞു പോകാതെ ചതച്ചെടുക്കണം. ചുട്ട ഉള്ളിയും മുളകും മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കത്തിരിക്ക കരിഞ്ഞ തോട് കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് അരഞ്ഞു പോകാതെ വേണം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയോ സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഉടച്ചെടുക്കുകയോ ചെയ്യുക. ചതച്ചു വെച്ചതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് കൈകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും കൂടി ചേർത്ത് ഞെരടി നന്നായി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റൗ കത്തിച്ച പാനിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ കൂട്ടിട്ട് ഇളക്കുന്നതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് എടുക്കുക. ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുളക് പൊടി കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന പുളി കൂടി ചെറുതായി മുറിച്ചിട്ട് ആണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. കത്തിരിക്ക ചമ്മന്തി റെഡിയായി. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് അറിയിക്കുക. താങ്ക് യു.